പ്രേംകുമാർ ആദ്യം മനസ്സിലാക്കേണ്ടത് ആരാണ് പ്രേംകുമാർ എന്നുള്ളതാണ്. ആശമാരുടെ സമരത്തിൽ പോയി അഭിവാദ്യം ചെയ്തു എന്നുള്ളത് ഇത്ര വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല സർക്കാർ കാണുമെന്ന്. സച്ചിദാനന്ദൻ മാഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതായത് മൂന്നാം തുടർഭരണം ആഗ്രഹിക്കുന്നില്ല എന്ന്. അതിനുശേഷം സച്ചിദാനന്ദൻ മാഷിന്റെ വീട്ടിൽ ചെന്നിട്ട് CPM നേതാക്കന്മാർ കാണുകയും അദ്ദേഹം അത് കൺവിൻസ്ഡ് ആവുകയും ചെയ്തു. അത് കൂടാണ്ട് തന്നെ സച്ചിദാനന്ദൻ മാഷ് എവിടെ നിൽക്കുന്നു, പ്രേംകുമാർ എവിടെ നിൽക്കുന്നു? പ്രേംകുമാറിനെ മലയാളികൾ ഓർക്കുന്നത്, പ്രേംകുമാർ ഇന്ന് എവിടെ ചെന്ന് കഴിഞ്ഞാലും പ്രേംകുമാറിനെ ആളുകൾ ഓർക്കുന്നത് ഒരൊറ്റ സിനിമയുടെ പേരിലാണ്, അമ്മാവാ. ആ ഒറ്റ വിളിയുടെ പേരിലല്ലേ സർക്കാർ നിയമിച്ചിരിക്കുന്ന, അത് പ്രത്യേകിച്ച് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഒരു പ്രാവശ്യം പോലും അവിടേക്ക് ചെന്നില്ല എന്ന് പറയുന്നു. ആശാ സമരത്തിൽ അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി പോയ അതേ പ്രേംകുമാറിനെ എന്തുകൊണ്ട് തിരഞ്ഞെടുപ്പ് വേദികളിലേക്ക് സജീവമാകാൻ കഴിയുന്നില്ല എന്നുള്ളതും, അന്തർധാരകളിൽ പ്രേംകുമാർ BJPയുമായിട്ട് ചർച്ചകൾ നടത്തുന്നുണ്ടോ എന്നുള്ളതും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചോദ്യം തന്നെയാണ്. ഈ പ്രേംകുമാർ സ്വന്തമായിട്ടൊരു സെൽഫ് ബൂസ്റ്റിങ്ങിന് വല്ലാണ്ടങ്ങ് മുതിരുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം, തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്തും അതിനു മുൻപും സുരേഷ് ഗോപി എടുത്തിട്ടുള്ള ഒരു രീതിയുണ്ട്. നമസ്കാരം. കേരള സാഹിത്യ അക്കാദമി ചെയർമാനായിട്ടുള്ള K. സച്ചിദാനന്ദനെതിരെ നടനും കഥാകൃത്തുമൊക്കെ ആയിട്ടുള്ള പ്രേംകുമാർ ഇന്നൊരു ആരോപണം ഉന്നയിക്കുകയുണ്ടായി. സർക്കാരിനെതിരെയും തുടർഭരണത്തിനെതിരെയും വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടും സച്ചിദാനന്ദൻ അതേ സ്ഥാനത്ത് തന്നെ തുടരുകയാണെന്നും ആശമാരുടെ സമരത്തിൽ പോയതിനാൽ മാത്രമാണ് തന്നെ ആ സ്ഥാനത്ത് നിന്ന് നീക്കിയെന്നടക്കമുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒരു ഗുരുതരമായ ആരോപണമല്ല ഇത്. കാരണം ഇത് വിവരമില്ലായ്മ, അറിവില്ലായ്മ എന്നൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. കാരണം പ്രേംകുമാർ ആദ്യം മനസ്സിലാക്കേണ്ടത് ആരാണ് പ്രേംകുമാർ എന്നുള്ളതാണ്. അതിനുശേഷം വേണം ഈ സച്ചിദാനന്ദൻ മാഷിനെതിരെ ഒരു പ്രസ്താവന ഇറക്കാൻ എന്നുള്ളതാണ് എൻ്റെ നിലപാട്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രേംകുമാർ ഒരുപക്ഷെ റാങ്ക് ഹോൾഡറൊക്കെ ആയിരിക്കാം അഭിനയത്തിൽ. പക്ഷേ അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രഞ്ജിത്തിന് ഒരു അബദ്ധം പറ്റി, അല്ലെങ്കിൽ രഞ്ജിത്തിനെതിരെ കുറേ മാധ്യമങ്ങൾ കുറേ ആരോപണങ്ങളുമായിട്ട് രംഗത്ത് വന്നു. രഞ്ജിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു സംവിധായകനാണ്. ഒരുപാട് നല്ല തിരക്കഥകൾ നമുക്ക് സമ്മാനിച്ചൊരു വ്യക്തിയാണ്. നല്ലൊരു സംവിധായകനാണ്. ദേവാസുരത്തിലെ നീലകണ്ഠനെയും അതോടൊപ്പം തന്നെ രാവണപ്രഭുവിലെ കാർത്തികേയനെയും ഒക്കെ സമ്മാനിച്ചിട്ടുള്ള അങ്ങനത്തെ ഒരുപാട് സിനിമകൾ, അതായത് അഡിറ്റമുള്ള ഒരുപാട് സിനിമകൾ മലയാളത്തിന് സമ്മാനിച്ചിട്ടുള്ള രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് ഇരിക്കുന്ന സമയത്ത് നേരിട്ട ചില ആരോപണങ്ങൾ, ആ ആരോപണത്തെ തുടർന്ന് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടതായിട്ട് വന്നു. ഈ ആരോപണത്തെ തുടർന്ന് ഇദ്ദേഹം രാജിവെച്ചതിനെ തുടർന്ന് അന്ന് വൈസ് ചെയർമാനായിരുന്ന നടൻ പ്രേംകുമാറിനെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് വെക്കേണ്ട ഒരു ഗതികേട് സർക്കാരിനുണ്ടാവുകയാണ് ചെയ്തത്. അങ്ങനെ പ്രേംകുമാറിനെ വെച്ചതിന് ശേഷം പ്രേംകുമാർ കാട്ടിക്കൂട്ടിയിട്ടുള്ള ഷോ, അതായത് ചലച്ചിത്ര അക്കാദമി എന്താണോ ചെയ്യേണ്ടത് അതിലല്ലായിരുന്നു പുള്ളിക്ക് കോൺസെൻട്രേഷൻ. പുള്ളിയെ സംബന്ധിച്ചിട്ട് പുള്ളി ഒരു ജനകീയനായ ഒരു നേതാവാകാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. ഒരു സെൽഫ് പ്രൊമോഷൻ നടത്തിക്കൊണ്ടിരുന്നത്. കാരണം എത്ര സിമ്പിളാണ്, എത്ര ഹമ്പിളാണ്, ഇങ്ങനെ എത്ര റീൽസുകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ പ്രേംകുമാറിനെ അവിടെ നിയമിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ചലച്ചിത്ര അക്കാദമിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ്, ഫെസ്റ്റിവൽ നടത്താൻ വേണ്ടിയിട്ടാണ്, മലയാള സിനിമയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിനു വേണ്ടിയിട്ട് പുതിയ കാര്യപരിപാടികൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ അവിടെ വെച്ചിരിക്കുന്നത്. അതാണ് അദ്ദേഹം ചെയ്യേണ്ടത്. അതിനുശേഷം പിന്നീട് ഇദ്ദേഹം ആശമാരുടെ സമരത്തിൽ പോകുന്നു. ആശമാരുടെ സമരത്തിൽ പോയി അഭിവാദ്യം ചെയ്തു എന്നുള്ളത് ഇത്ര വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല സർക്കാർ കാണുമെന്ന്. പക്ഷെ വേറൊരു കാര്യമുണ്ട്. സർക്കാർ നിയമിച്ചിരിക്കുന്ന, അത് പ്രത്യേകിച്ച് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഒരു പ്രാവശ്യം പോലും അവിടേക്ക് ചെന്നില്ല എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഇടത് സർക്കാരാണല്ലോ പ്രേംകുമാറിനെ ആ ഒരു കസരയിൽ ഇരുത്തിയിരിക്കുന്നത്. കാരണം എല്ലാ സാംസ്കാരിക പ്രവർത്തകരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടിയിട്ട് നിലമ്പൂർ പോയ സമയത്ത് പ്രേംകുമാർ പോയിട്ടില്ല. അതുകൂടാതെ നിരന്തരം ഇങ്ങനെ ഈ ട്രബിൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ ആ സ്ഥാനത്ത് വെച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി പറ്റുമോ? ഒരു കാരണവശാലും പറ്റത്തില്ല. പിന്നെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സച്ചിദാനന്ദൻ മാഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതായത് മൂന്നാം തുടർഭരണം ആഗ്രഹിക്കുന്നില്ല എന്ന്. അതിന് മുമ്പ് തന്നെ സച്ചിദാനന്ദൻ മാഷ് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്, എൻ്റെ യുക്തിയും പ്രസംഗങ്ങളും ഒക്കെ വഴിതെറ്റി പോകുന്നുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്, എനിക്ക് ചില ഓർമ്മക്കുറവുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഓർമ്മക്കുറവുള്ള 79 വയസ്സായിട്ടുള്ള സച്ചിദാനന്ദൻ മാഷ് പറഞ്ഞ കാര്യങ്ങൾ, അതിനുശേഷം സച്ചിദാനന്ദൻ മാഷിന്റെ വീട്ടിൽ ചെന്നിട്ട് CPM നേതാക്കന്മാർ കാണുകയും അദ്ദേഹം അത് കൺവിൻസ്ഡ് ആവുകയും ചെയ്തു. അദ്ദേഹത്തിന് ആ പറഞ്ഞ കാര്യം പോലും ഓർമ്മയില്ലാത്തൊരവസ്ഥയുണ്ട്. അങ്ങനെ പ്രായമായ ഒരു വ്യക്തി പറഞ്ഞ അഭിപ്രായ പ്രകടനത്തെ അങ്ങനെ മാത്രമേ കാണാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ. അത് കൂടാണ്ട് തന്നെ സച്ചിദാനന്ദൻ മാഷ് എവിടെ നിൽക്കുന്നു, പ്രേംകുമാർ എവിടെ നിൽക്കുന്നു? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അമ്മാവ എന്ന ഒരു സിനിമയും ഏതാനും ചില സിനിമകളും
ഈ പ്രേംകുമാറിൻ്റെതായിട്ട് ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു സിനിമ ഏതാണ് നമുക്ക് മലയാളത്തിലുള്ളത്? ഇപ്പം കൊമേഴ്ഷ്യൽ സിനിമകളായിക്കോട്ടെ, അല്ലാത്ത സിനിമകളായിക്കോട്ടെ, ഏത് സിനിമകളാണെങ്കിലും പ്രേംകുമാറിനെ മലയാളികൾ ഓർക്കുന്നത്, പ്രേംകുമാർ ഇന്ന് എവിടെ ചെന്ന് കഴിഞ്ഞാലും പ്രേംകുമാറിനെ ആളുകൾ ഓർക്കുന്നത് ഒരൊറ്റ സിനിമയുടെ പേരിലാണ്, അമ്മാവാ. ആ ഒറ്റ വിളിയുടെ പേരിലല്ലേ? അല്ലേ? ആ ഒറ്റ വിളിയുടെ പേരിലാണല്ലോ പ്രേംകുമാർ ഓർക്കുന്നത്. ഇതിനപ്പുറത്തേക്കുള്ള ഒരു കലാസൃഷ്ടിയും പ്രേംകുമാറിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അദ്ദേഹം അഭിനയത്തിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം റാങ്ക് ഹോൾഡർ ആയിരുന്നു. ഇതൊക്കെ സമ്മതിക്കുന്നു. അദ്ദേഹം കഥകൾ എഴുതിയിട്ടുണ്ടാവാം, ഇതൊക്കെ ആയിരിക്കാം. പക്ഷെ ഞാൻ പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സച്ചിദാനന്ദൻ മാഷുമൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ സച്ചിദാനന്ദൻ മാഷ് വിമർശിച്ചപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹത്തെ മാറ്റിയില്ല എന്ന് ചോദിക്കാനായിട്ട് ഈ പ്രേംകുമാർ വരുമ്പോഴത്തേക്ക് കേരളം തിരിച്ച് പ്രേംകുമാറിനോട് ചോദിക്കത്തില്ലേ? ഇതൊക്കെ പറയാൻ താങ്കൾ ആരാണെന്ന് ചോദിക്കത്തില്ലേ? നിസ്സാര കാര്യമാണ്. കാരണം എന്താണ്, സച്ചിദാനന്ദൻ മാഷിന് മലയാളികളുടെ മനസ്സിലുള്ള സ്ഥാനം എത്രത്തോളം വലുതാണ്. എത്ര നല്ല കവിതകൾ മലയാളത്തിന് സമ്മാനിച്ചിരിക്കുന്നു. ആ സച്ചിദാനന്ദൻ മാഷിനുമൊക്കെ ആയിട്ട് ഈ പ്രേംകുമാറിനെ ഉപമിക്കാൻ വേണ്ടിയിട്ട് പ്രേംകുമാർ തയ്യാറായിട്ടുണ്ടെങ്കിൽ പ്രേംകുമാറിനോട് പറയേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ: കണ്ണാടിയിൽ നോക്കണം. കണ്ണാടിയിൽ നോക്കിയിട്ട് രൂപത്തെക്കുറിച്ചല്ല നിങ്ങൾ ആലോചിക്കേണ്ടത്, മറിച്ച് നിങ്ങൾ മലയാള സിനിമയ്ക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ, അതല്ലെങ്കിൽ നിങ്ങൾ മലയാള സാഹിത്യത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ എന്താണെന്ന് എടുത്ത് പരിശോധിച്ച് നോക്കുന്നേ. ഇപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയൊരു സംഗതി എന്ന് പറയുന്നത്, ഈ പ്രേംകുമാർ സ്വന്തമായിട്ടൊരു സെൽഫ് ബൂസ്റ്റിങ്ങിന് വല്ലാണ്ടങ്ങ് മുതിരുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം, തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്തും അതിനു മുൻപും സുരേഷ് ഗോപി എടുത്തിട്ടുള്ള ഒരു രീതിയുണ്ട്. താൻ വളരെ സാധാരണക്കാരനാണ്, ജനങ്ങൾക്കിടയിൽ ഞാൻ ഭയങ്കര സുപരിചിതനാണ്, കലിംഗ സദസ്സുകളിലൊക്കെ ചെന്നിട്ട് നിലത്തൊക്കെ ഇരുന്നിട്ടും ഒക്കെ സംസാരിക്കുന്ന അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ അതേ രീതിയിൽ, ആ ഒരു രീതിയിൽ തന്നെ ഈ പ്രേംകുമാർ മാറുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത്. പ്രേംകുമാർ അതേ രീതിയിലേക്ക് മാറിക്കൊണ്ട് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഒരു BJPയുടെ സ്ഥാനാർത്ഥിത്വത്തിലേക്കൊക്കെ എത്താൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് സർക്കാരിനെതിരായിട്ടുള്ള ആശാ സമരവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ ഒട്ടുമിക്ക പ്രതിപക്ഷ പാർട്ടികളും അതേ സ്ഥലത്ത് പോയിട്ടുണ്ട്. അത് മറ്റൊരു സംഗതി. എന്നിരുന്നാൽ പോലും ആശാ സമരത്തിൽ അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി പോയ അതേ പ്രേംകുമാറിനെ എന്തുകൊണ്ട് തിരഞ്ഞെടുപ്പ് വേദികളിലേക്ക് സജീവമാകാൻ കഴിയുന്നില്ല എന്നുള്ളതും, അന്തർധാരകളിൽ പ്രേംകുമാർ BJPയുമായിട്ട് ചർച്ചകൾ നടത്തുന്നുണ്ടോ എന്നുള്ളതും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചോദ്യം തന്നെയാണ്. അത് വളരെ ഗൗരവകരമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. കാരണം എന്താ വെച്ചാൽ, പ്രേംകുമാറിനെ സംബന്ധിച്ചിട്ട് പ്രേംകുമാറിന് ഈ മീഡിയോമാനിയ എന്ന് പറയുന്നൊരു രോഗമുണ്ട്. കാരണം മീഡിയകളിൽ എപ്പോഴും അദ്ദേഹത്തിന്റെ പേര് വന്നുകൊണ്ടിരിക്കണം എന്നൊരു ആഗ്രഹമുള്ളൊരു കക്ഷിയാണ്. പ്രേംകുമാർ ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് മലയാളികൾ മൊത്തത്തിൽ മനസ്സിലാക്കണമെന്നേ. ഇവിടുത്തെ ഏതെങ്കിലും ഒരു സ്വാതന്ത്ര്യ സമര നായകനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ സാഹിത്യ സൃഷ്ടികളുടെ ഉടമയോ ഒന്നും അല്ല ഈ പ്രേംകുമാർ എന്ന് പറയുന്നത്. പ്രേംകുമാർ ആകപ്പാടെ ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാനായി രഞ്ജിത്തിന് ഒരു ചെറിയ ഒരു ട്രബിൾ പറ്റിയ സമയത്ത് അദ്ദേഹത്തെ മാറ്റിയിട്ട് ഇദ്ദേഹത്തെ ചെയർമാൻ ആക്കേണ്ട ഒരു ഗതികേടുണ്ടായി. അതിനപ്പുറത്തേക്ക് ആരാണ് ഈ പ്രേംകുമാർ? പ്രേംകുമാറിനെ സംബന്ധിച്ചിട്ട് പ്രേംകുമാറിന് കിട്ടിയ അവസരം അദ്ദേഹം മുതലെടുക്കുന്നു. ഈ മുതലെടുപ്പിലൂടെ അദ്ദേഹം ഒരു BJP എൻട്രിക്ക് തന്നെയാണ് ശ്രമിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം രാഷ്ട്രീയ ലക്ഷ്യങ്ങളുള്ള ഒരു വ്യക്തി തന്നെയാണ് പ്രേംകുമാർ എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ UDFലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ BJPയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താണ്? നേരെ സർക്കാരിനെ തെറി പറയുക, അല്ലെങ്കിൽ CPMനെ തെറി പറയുക, അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ തെറി പറയുക. അതല്ലെങ്കിൽ പിന്നെ ഒരു സാമാന്യ ബോധമുള്ള, അല്ലെങ്കിൽ ഒരു സ്ഥലകാല ബോധമുള്ള ഏതെങ്കിലും ഒരാൾക്ക് പറയാൻ സാധിക്കുമോ മഹാനായ ഒരു കവിയായിട്ടുള്ള സച്ചിദാനന്ദൻ മാഷിന് എതിരെ സർക്കാർ എന്താണ് നടപടി എടുക്കാത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരുപക്ഷെ പ്രേംകുമാറിനോട് സർക്കാർ കാണിച്ചിരിക്കുന്ന ചെറിയൊരു അനീതിയുണ്ട്. അത് നമുക്കിവിടെ പറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വയ്യ. കാരണം ഇദ്ദേഹത്തെ ഈ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന സമയത്ത് ഇദ്ദേഹമായിട്ട് ആലോചിച്ചിട്ടില്ല, ഇദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല. കാരണം ഇദ്ദേഹത്തിന് അത്ര പ്രാധാന്യം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റസൂൽ പൂക്കുട്ടി പോലും അറിഞ്ഞിട്ടില്ല റസൂൽ പൂക്കുട്ടിയെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാക്കുന്ന കാര്യം. അതിന് ഒരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അടുത്ത് നടന്ന ഫിലിം ഫെസ്റ്റിവലിൽ അദ്ദേഹം അവസാന ദിവസമാണ് പങ്കെടുത്തത്. അദ്ദേഹം ഇന്ത്യയുടെ എന്തോ ഒരു പരിപാടിയിൽ വിദേശത്തായിരുന്നു. അത് 6 മാസങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ചിരുന്ന ഒരു പരിപാടിയായിരുന്നു. ഈ 6 മാസങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ചിരുന്ന ഒരു പരിപാടി അദ്ദേഹം ഏക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പോലും അറിയത്തില്ലായിരുന്നു അദ്ദേഹം ഇങ്ങനെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ആകുമെന്നുള്ളത്. ഞാൻ പറയട്ടെ, ലോക നിലവാരമുള്ള ഒരു വ്യക്തിയാണ് റസൂൽ പൂക്കുട്ടി എന്ന് പറയുന്നത്. ആ റസൂൽ പൂക്കുട്ടി ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിട്ട് വരുന്നത് എല്ലാ മലയാളികൾക്കും അഭിമാനമായിട്ടുള്ളൊരു കാര്യമല്ലേ? ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റത്തില്ല, അപ്ഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഗ്ലോബലി ഇതിനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ലേ? അതുകൊണ്ട് ഈ പ്രേംകുമാറൊക്കെ ഇരുന്ന് വെറുതെ ഒരു വണ്ടിയിൽ ബോർഡ് വെച്ച് നടക്കുക എന്നതിനപ്പുറത്തേക്കുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പ്രേംകുമാർ ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും കാര്യങ്ങൾ
ഇപ്പൊ ഈ സച്ചിദാനന്ദൻ മാഷിനെയൊക്കെ വിമർശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാർദ്ധക്യത്തിലെത്തി നിൽക്കുന്ന വിശ്രമ ജീവിതത്തിലേക്ക് കടക്കാൻ പോകുന്ന ഒരു മനുഷ്യനെതിരെയൊക്കെ വിമർശനവുമായിട്ട് രംഗത്ത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അയാളുടെ അല്പത്തരമാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ അമ്മാവ എന്ന സിനിമയ്ക്കകത്ത് കംപ്ലൈന്റ് ആയ ടൈപ്പ് റെക്കോർഡർ കൊണ്ട് റെക്കോർഡ് ചെയ്യാൻ പോയിട്ടുള്ള മണ്ടനായ ആ കഥാപാത്രത്തിൽ നിന്ന് ഒരു വളർച്ചയും പ്രേംകുമാറിന് ഉണ്ടായിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഇപ്പോൾ കേരളത്തിൽ നിന്നും ചിത്രീകരിക്കപ്പെട്ട ഭ്രമയുഗം ആ ഒരു സിനിമ ഓസ്കാറിൻ്റെ വേദിയിലേക്ക് പോയിരിക്കുകയാണ്. കേരള ചലച്ചിത്ര അക്കാദമി അതിന് വളരെ മികച്ചൊരു പ്രോത്സാഹനമൊക്കെയാണ് ആ ഒരു സിനിമയ്ക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ രാജ്യാന്തര മികവിലേക്ക് മലയാള സിനിമയും മലയാള സിനിമാ മേഖലയും സഞ്ചരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള അല്പത്തരങ്ങൾ ആരോപിച്ചുകൊണ്ട് ആ സിനിമാ മേഖലയെ അല്ലെങ്കിൽ മലയാള ചലച്ചിത്ര മേഖലയെ മലീമസമാക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം.